മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ദൈവം തന്നിരിക്കുന്ന ഒരു പുതിയ പ്രഭാതത്തിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുകയാണ്. വളരെ പ്രത്യേകമായിട്ട് ദൈവം അനുഗ്രഹിച്ച് ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലുള്ള വിശ്വാസ സമൂഹത്തെ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുവാനായി ഈ ടെലിവിഷൻ പ്രോഗ്രാമിൽ ഒരുമിച്ച് ചേർത്തിരിക്കുന്നു. പ്രഭാത വിരുന്ന് ശുശ്രൂഷയോർത്ത് ദൈവ തിരുസന്നിധിയിൽ നമുക്ക് നന്ദി പറയാം. വിവിധ ദേശങ്ങളിലുള്ളവരെ ദൈവം ഒരുമിച്ച് ചേർത്ത് പ്രാർത്ഥിപ്പിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷയാണ് ഇത്. ദൈവത്തിൻ്റെ വലിയ പരിപാലന ഈ ശുശ്രൂഷയിലൂടെ നാം ഓരോരുത്തരും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് 1000 സ്തുതി നമുക്ക് സമർപ്പിക്കാം. പ്രഭാത വിരുന്ന് ശുശ്രൂഷ വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയാണ്. ഈ നിമിഷം വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ നിമിഷം വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവ തിരുസന്നിധിയോട് ചേർത്ത് വയ്ക്കാം. പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ലോകമെമ്പാടും സമാധാനത്താൽ നിറയപ്പെടുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ സമയം നമ്മുടെ ഹൃദയ വയലിനെ നമുക്ക് ഒരുക്കാം. ദൈവവചനം ശ്രവിക്കുവാനായിട്ട് നമ്മുടെ കാതുകളെയും ഹൃദയത്തെയും നമുക്ക് സജ്ജമാക്കാം. ഒന്ന് ചേർന്ന് തമ്പുരാൻ്റെ വചനം നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം, അധ്യായം 6, വാക്യങ്ങൾ 25 മുതൽ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്തു ധരിക്കും എന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, തിരുവചനം നമ്മളോട് ചോദിക്കുകയാണ്, ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ കഴിവുള്ള ആരെങ്കിലും നിങ്ങളിൽ ഉണ്ടോ? ഒരു വലിയ ചോദ്യമാണ്. ഇന്ന് എവിടെ നോക്കിയാലും ടെൻഷൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
ആകുലതയില്ലാത്ത ജീവിതമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം പറയുക വളരെ പ്രയാസം നിറഞ്ഞതാ. എവിടെ നോക്കിയാലും ടെൻഷൻ. പലയിടത്തും നമ്മൾ കാണാറുണ്ട്, ബോർഡുകളൊക്കെ കാണാറുണ്ട്, ടെൻഷൻ അകറ്റാനുള്ള മാർഗങ്ങൾ പഠിപ്പിച്ചു തരും, അല്ലെങ്കിൽ ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ സഹായിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാറുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബം എൻ്റെ ആശ്രമത്തിൽ കടന്നു വന്നു. ഞാൻ അവരോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് ഭയങ്കരം ടെൻഷനാണ്, ഞങ്ങൾക്ക് ഒരു സമാധാനവുമില്ല, ഭയങ്കരം ടെൻഷനാണ്. ഇപ്പം ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. വളരെ സുന്ദരമായ ഒരു കുടുംബം, നല്ല സാമ്പത്തിക സ്ഥിതിയിലുള്ളത്, കടബാധ്യതകൾ ഒന്നുമില്ല, സ്വന്തമായിട്ട് ഭവനമുണ്ട്, മക്കളുണ്ട്, ജീവിത പങ്കാളിയുണ്ട്, മാതാപിതാക്കളുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, ജോലിയുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഒന്നു മാത്രമില്ല, സമാധാനം ഇല്ല. വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ ടെൻഷന്റെ പിരിമുറുക്കം കാരണം അവർ വന്നേക്കുവാ. അപ്പൊ അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി. അവർ പറഞ്ഞു, പക്ഷെ ഇതെല്ലാം ഞങ്ങൾക്കുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥതകളാൽ ഞങ്ങൾ നിറയപ്പെടുകയാണ്. ഒരിക്കൽ പോലും സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിതത്തിലായിരിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഞാൻ അവരോട് പല കാര്യങ്ങൾ ചോദിച്ചു. എല്ലാം വളരെ പോസിറ്റീവായിട്ട് അവർ മറുപടി പറയുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് സമയം ചാപ്പലിലിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ആശ്രമത്തിലെ ചാപ്പലിൽ മനോഹരമായ ഒരു ക്രൂശിത രൂപമുണ്ട്. പലരും വന്ന് ആ ക്രൂശിത രൂപത്തിൻ്റെ കാൽക്കൽ പിടിച്ചുകൊണ്ട് ഒക്കെ നിന്ന് പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടുമുട്ടാറുണ്ട്. അപ്പോൾ ഇപ്രകാരത്തിൽ ഞാൻ പറഞ്ഞു, അവരോട് പറഞ്ഞു, നിങ്ങൾ ആ കാൽക്കൽ പിടിച്ചുകൊണ്ട്, തമ്പുരാൻ്റെ കാൽക്കൽ പിടിച്ച് നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, ഇപ്രകാരമൊക്കെ പറഞ്ഞ് ഇവരെ ആക്കിയിട്ടും ഇവർ പ്രാർത്ഥിച്ച ശേഷവും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു, ടെൻഷൻ കുറഞ്ഞു, പക്ഷേ പൂർണ്ണമായിട്ട് വിട്ടുമാറിയില്ല. ഞാൻ അവരോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇവരുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ ജീവിതത്തിൽ കാണുവാനായിട്ട്, തമ്പുരാൻ തരുന്ന ആശ്വാസത്തെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട്, തമ്പുരാന്റെ സ്നേഹത്തെ അനുഭവിക്കുവാനായിട്ട് ജീവിതത്തിൽ പലപ്പോഴും ഇവർ വലിയ പ്രയാസം നേരിടുന്ന വ്യക്തികളാണ്. ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം കൊടുത്തപ്പോഴും ആ സൗഭാഗ്യത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട്, ദൈവാനുഭവത്തെ ജീവിതത്തിൽ ഒന്ന് തിരിച്ചറിയാനായിട്ട് ജീവിതത്തിൽ പലപ്പോഴും ഇവർക്ക് സാധ്യമാകുന്നില്ല. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം പറയുന്നു, കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. കൂടെ വസിക്കുന്നവനായ ദൈവത്തെ തിരിച്ചറിയാനായിട്ട് പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥ. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കണം. യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം ഇമാവുസിലേക്ക് പോയ ശിഷ്യന്മാര് കൂടെ നടന്നവനെ അവർ തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? അപ്പമെടുത്ത് മുറിച്ച് ആശീർവദിച്ച് അവർക്ക് കൊടുത്തപ്പോഴാണ് അവരുടെ ഹൃദയം തുറക്കപ്പെട്ടതും അവരുടെ കണ്ണുകളിൽ യഥാർത്ഥമായ പ്രകാശം ചെന്നെത്തിയതും. കൂടെ നടന്നവനെ തിരിച്ചറിയാതെ പോയ നിമിഷങ്ങൾ ആ ശിഷ്യന്മാരുടെ ജീവിതത്തിലും സംഭവിക്കുകയാണ്. ആ രാത്രി തന്നെ അവർ തിരിച്ച് മറ്റ് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ചെന്നെത്തുകയാണ്. അതുകൊണ്ട് അവരൊരു ഭയവും അവരുടെ ജീവിതത്തിലുണ്ടായില്ല. പ്രിയമുള്ളവരെ, കൂടെ വസിക്കുന്നവനെ ജീവിതത്തിൽ അനുനിമിഷം തിരിച്ചറിയുവാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. ജോബിന്റെ പുസ്തകം 26-ാമത്തെ അധ്യായം 2-ാം വാക്യം നമ്മളോട് പറയുകയാണ്, ശക്തിയറ്റവനെ നീ എത്രമാത്രം സഹായിച്ചു, ബലഹീനമായ കരങ്ങളെ നീ എപ്രകാരം രക്ഷിച്ചു. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാമത്തെ അധ്യായം 3-ാം വാക്യം പറയുകയാണ്, നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. ജീവിതയാത്രയിൽ
നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. എത്രമാത്രം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ ഒന്ന് കൊടുക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധ്യമാകുന്നുണ്ട്. എത്രമാത്രം ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് ജീവിതത്തിൽ പറ്റുന്നുണ്ട്. ധനികനായ യുവാവ് വന്ന് യേശുവിൻ്റെ അടുക്കൽ ചോദിക്കുകയാണ്, നിത്യജീവൻ സ്വന്തമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഈശോനാഥൻ നമ്മളോട് പറഞ്ഞു, പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുക, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, നീ പറഞ്ഞ പ്രമാണങ്ങളെല്ലാം ഞാൻ ചെറുപ്പം മുതലേ അനുസരിക്കുന്നുണ്ട്, ഇനിയും എന്താണ് എനിക്ക് കുറവുള്ളത്? ഈശോ പറയുകയാണ്, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അതിനുശേഷം വന്ന് എന്നെ അനുഗമിക്കുക. അവൻ ദുഃഖത്തോടു കൂടെ യേശുവിൻ്റെ അടുക്കൽ നിന്ന് പോയി. പ്രിയമുള്ളവരെ, തിരുവചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഏക വ്യക്തിയ ദുഃഖത്തോടു കൂടെ തമ്പുരാന്റെ അടുക്കൽ നിന്ന് പോകുന്ന വ്യക്തികളിൽ ഒരാളാണ് ഈ ധനികനായ യുവാവ്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കണം. ദൈവത്തിൽ ആശ്രയം വെക്കുവാനായിട്ട്, ദൈവം എന്നെ നോക്കിക്കൊള്ളും, ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അതെൻ്റെ നാശത്തിനായിട്ടുള്ളതല്ല, മറിച്ച് എൻ്റെ ക്ഷേമത്തിനായുള്ള പദ്ധതിയാണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ എൻ്റെ ജീവിതത്തെ നയിക്കുവാനായിട്ട് ഓരോ പ്രഭാതത്തിലും ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു പുതുശ്വാസത്താൽ എന്നെ നിറയ്ക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എൻ്റെ ജീവിതത്തെ ഒന്ന് കൊടുക്കാനായിട്ട് എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാമത്തെ അധ്യായം 10-ാം വാക്യം പറയുകയാണ്, നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും, അവർ സന്തോഷിച്ച് ഉല്ലസിക്കും, ദുഃഖവും നെടുവീർപ്പും അകന്നു പോകും. എപ്പോഴ്? ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ. ദൈവത്തിൽ ആശ്രയിക്കണം. ഞാൻ പറയും, തമ്പുരാന്റെ കരം പിടിച്ച് ഓരോ പ്രഭാതത്തിലും എഴുന്നേൽക്കാനും, അവൻ്റെ കരത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കാനും, അവൻ്റെ കൈത്തണ്ടയിൽ തലചായ്ച്ച് ഉറങ്ങാനും ജീവിതത്തിൽ സാധ്യമാകുമ്പോൾ അത്രമാത്രം സംതൃപ്തമാക്കപ്പെട്ട ജീവിതം മറ്റൊന്നില്ല. ദൈവത്തിൻ്റെ കരം പിടിച്ച് എഴുന്നേറ്റ്, ദൈവത്തിൻ്റെ കരം പിടിച്ച് നടന്ന്, അവൻ്റെ കൈത്തണ്ടയിൽ തലചായ്ച്ച് ഉറങ്ങാനായിട്ട് ജീവിതത്തിൽ പറ്റണം. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. യേശുവിനോട് കൂടെയായിരിക്കാനായിട്ട്, അവൻ്റെ കൂടെ വസിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെതായ ആകുലതകളേക്ക് മാറ്റിവെക്കാനായിട്ട് നമുക്ക് സാധിക്കണം. വചനം നമ്മളോട് ചോദിച്ച ചോദ്യമുണ്ട്, ആകുലപ്പെട്ടത് കൊണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നമുക്ക് സാധിക്കുമോ? 1 മുഴം പോലും ഈ ആയുസ്സിൻ്റെ ദൈർഘ്യം കൂട്ടാനായിട്ട് കഴിവില്ലാത്തവരാ ഞാനും നിങ്ങളും. 1 നിമിഷം പോലും ഈ ആയുസ്സിൻ്റെ ദൈർഘ്യം കൂട്ടാനായിട്ട് ശക്തിയില്ലാത്തവരാ ഞാനും നിങ്ങളും. നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം. പിന്നെ എന്തിനാണ് ഇത്രമാത്രം ആകുലപ്പെട്ട് വിഷാദിച്ച് വിഷമിച്ച് നമ്മൾ ഓടുന്നത്? ദൈവസന്നിധിയോട് ജീവിതത്തെ ഒന്ന് ചേർത്ത് വെക്കാനായിട്ട് സാധിക്കണം. ഇന്നേ ദിവസം തന്നെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എത്രമാത്രം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടുന്നുണ്ട്. ഈ വചന ശുശ്രൂഷയുടെ നേരം, ഈ പ്രാർത്ഥനയുടെ നേരം എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട്, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയോട് എൻ്റെ ജീവിതത്തെ ഒന്ന് പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട്, എൻ്റെ ദൈവമാണ് എൻ്റെ ആശ്രയമെന്ന ഉറച്ച ബോധ്യത്തിൽ ജീവിക്കുവാനായിട്ട്, ജീവിതത്തെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കുവാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. എൻ്റെ അടുത്ത് വന്ന കുടുംബത്തോട് അവസാനം ഞാൻ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങളുടെ ജോലിയിലോ സമ്പത്തിലോ കഴിവിലോ സുഹൃത്ത് ബന്ധത്തിലോ ഒന്നുമല്ല. 1-ാം സ്ഥാനം ജീവിതത്തിൽ ദൈവത്തിന് കൊടുത്തുകൊണ്ട് ജീവിക്കാനായിട്ട് തയ്യാറായിക്കേ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനവും സ്വസ്ഥതയും കടന്നു വരും. അവരോട് ഞാൻ പറഞ്ഞു വെച്ച ഒന്നുണ്ട്. പ്രഭാതത്തിൽ ദിവ്യബലിയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിച്ച് തീക്ഷണതയോടുകൂടെ പ്രാർത്ഥിക്കുക. സായാഹ്നത്തിൽ ഭവനാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് ജപമാല ചൊല്ലി
വചനം വായിച്ച് കുരിശ് വരച്ച് പരസ്പരം സ്തുതി ചൊല്ലി സമാധാനം ആശംസിക്കുക. ജീവിതം സന്തോഷത്താൽ നിറയപ്പെടും. നാളുകൾ പലത് കടന്നുപോയി. ആ ഭവനത്തെ വീണ്ടും പലപ്പോഴും കാണാനായിട്ട് ആ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിക്കാനിടയായി. അവർ പറഞ്ഞു വെച്ച ഒന്നുണ്ട്, അച്ഛൻ അന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ സാധിക്കുന്ന ദിവസങ്ങളല്ല, എന്തെങ്കിലും നിവർത്തിയുണ്ടെങ്കിൽ ഞങ്ങൾ ദിവ്യബലിയിൽ പങ്കെടുത്തിരിക്കും, സായാഹ്നത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചിരിക്കും. ഇന്ന് സന്തോഷത്താൽ ജീവിക്കുന്നു. ഇന്ന് സന്തോഷത്താൽ ജീവിക്കുന്നു. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെയും ജീവിതത്തിൽ ഈ ആകുലതകൾ മാറ്റിവെക്കല, മറിച്ച് ആകുലതകൾക്ക് നമ്മൾ അടിമപ്പെടാതെ ജീവിക്കുവാനായിട്ട് മനസ്സിൻ്റെ സമാധാനവും സ്വസ്ഥതയും വീണ്ടെടുത്തുകൊണ്ട് ദൈവ പരിപാലനയുടെ തണലിൽ ജീവിക്കുവാൻ ഇന്നേ ദിവസം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് തീക്ഷമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മെ തന്നെ ദൈവ തിരുസന്നധിയിൽ സമർപ്പിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിത്വൈക ദൈവമേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് വയ്ക്കുന്നു. ത്രിത്വൈക ദൈവത്തിൻ്റെ നിറസാന്നിധ്യം ഞങ്ങൾ ഓരോരുത്തരും ഈ നിമിഷം അനുഭവിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ വിശ്വാസ സമൂഹത്തെയും ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അനുനിമിഷം മാധ്യസ്ഥം യാചിക്കണമേ. വിശുദ്ധ യൗസേ പിതാവേ, തിരുകുടുംബത്തിന് കാവൽക്കാരനും സംരക്ഷകനുമായിരുന്നതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങൾക്കും കാവൽക്കാരനും സംരക്ഷകനുമായി മാറണമേ. സകല വിശുദ്ധരെ, വാഴ്ത്തപ്പെട്ടവരെ, വേദസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നദ്ധിയിൽ മാധ്യസ്ഥം യാചിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണബോധരായ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനും മധ്യസ്ഥയുമായ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥനകൾ ഉയർത്തണമേ. സ്വർഗം ഞങ്ങൾക്ക് സമാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കാവൽ മാലാഖായെ ഞങ്ങൾക്ക് വേണ്ടി സംരക്ഷണ വലയം ഒരുക്കണമേ. ഈ നിമിഷം വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും കാവൽ മാലാഖായുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം.
മാർപ്പാപ്പായിൽ നിന്ന് മെത്രാന്മാരിലേക്ക്, മെത്രാന്മാരിൽ നിന്ന് വൈദികരിലേക്ക് ഒഴുകിയിറങ്ങുന്ന ശ്ലൈഹിക പാരമ്പര്യത്തിൻ്റെ മുൻപിൽ ഈ നിമിഷം കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് തമ്പുരാൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശ്വ പിതാവിൻ്റെ പ്രാർത്ഥനകളും വിശുദ്ധ ഗീബർഗേസിൻ്റെ വിശുദ്ധ അന്തോണീസിൻ്റെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പ്രാർത്ഥനാ സഹായങ്ങളും വിശുദ്ധ അൽഫോൻസാമയുടെയും വിശുദ്ധ മറിയം തെരേസയുടെയും വിശുദ്ധ ചാവറച്ചൻ്റെയും വിശുദ്ധ ദൈവസഹായം പിള്ളയുടെയും വിശുദ്ധ മറിയം തെരേസയുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിന് കാരണബോധനായ വിശുദ്ധൻ്റെയും വിശുദ്ധയുടെയും നിങ്ങളുടെ ഇടവക മധ്യസ്ഥയുടെയും സ്വർഗം നിങ്ങൾക്ക് സമ്മാനമായി നൽകിയിരുന്ന കാവൽ മാലാഖയുടെയും സംരക്ഷണം നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പല പ്രത്യേകമായിട്ട് ഈ നിമിഷം ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഗുഡ്നസ് ടിവിയെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കുന്ന ഓരോ മക്കളെയും, ശുശ്രൂഷ ചെയ്യുന്ന വൈദികരെയും അൽമായ പ്രേക്ഷിതരെയും സന്യസ്തരെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈ ചാനലിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. രാവും പകലും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഡിവൈനിൽ മരിയൻ കൂടാരത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട്. അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോട് നമ്മുടെ പ്രാർത്ഥനകളും ചേർത്ത് വയ്ക്കാം. സാധിക്കുന്നവരെല്ലാം ഇന്നേ ദിവസം ഒരു ജപമാല മരിയൻ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടിയും ഗുഡ്നസ് ചാനലിന് വേണ്ടിയും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുക. നമ്മുടെ അനുദിന പ്രാർത്ഥനകളിൽ ഈ ശുശ്രൂഷയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നതോടൊപ്പം ലോകമെമ്പാടും നടക്കുന്ന എല്ലാ മാധ്യമ ശുശ്രൂഷകളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. ദൈവത്തിൻ്റെ വലിയ കൃപ ഈ ശുശ്രൂഷകളിലൂടെ ദൈവജനത്തിലേക്ക് ഒഴുകിയിറങ്ങാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ദൈവപരിപാലനയുടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.